പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ ഈസ്റ്ററിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്നത്തെ സുവിശേഷം നിക്കോദെമോസ് ഈശോയെ കാണാൻ വരുന്നതാണ്. ഈശോ പറയാണ്, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാൻ എന്താ ചെയ്യണ്ടേ? മരിക്കണം. അല്ലാതെ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? 2 ജന്മം ഉണ്ടാവുമോ? അപ്പം വീണ്ടും ജനിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം മരിക്കുക, മരിക്കാൻ തയ്യാറാകുക. ഇഷ്ടങ്ങൾ, നമ്മുടെ ഭൗതികമായ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ വെടിയാൻ തയ്യാറാകുക. കിട്ടിയില്ലെങ്കിലും സാരമില്ലെന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയുള്ളൊരാഗ്രഹമാകും? ആത്മീയമായിട്ടുള്ള ഇഷ്ടങ്ങൾ ആഗ്രഹമാകും. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറകെ നടക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ജനിച്ച മക്കളാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളൊരു കൃപാവരം നമുക്ക് ലഭിക്കണം. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അത് കർത്താവ് നടത്തി തന്നോളും. എനിക്ക് അത് അധ്വാനിച്ചാൽ കിട്ടുമെങ്കിലും ചെയ്യും. പക്ഷേ ഈ സ്വർഗത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മ ഫലങ്ങൾ നമ്മൾ അധ്വാനിച്ചാൽ കിട്ടുകയല്ല. നമുക്ക് ക്ഷമിക്കാൻ പറ്റിയല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ഒരു കൃപ കിട്ടാൻ, സ്നേഹിക്കാൻ പറ്റിയല്ലെന്നേ, ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. ആത്മാർത്ഥമായി സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള കൃപ ഉന്നതത്തിൽ നിന്നേ കിട്ടുകയുള്ളൂ. അതിന് ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തോട് വെടിയണം, അതിലൊരു മരണം സംഭവിക്കണം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.